എത്രയോ വ്യക്തികളെ നമുക്കറിയാം. ലോകമായിട്ടുള്ള ബന്ധങ്ങളും ലൗകികമായിട്ടുള്ള ബന്ധങ്ങളിൽ കൂടെ ജീവിച്ച് ദൈവപ്രമാണത്തിന് പ്രാധാന്യം കൊടുക്കാതെ ദൈവവുമായുള്ള ബന്ധത്തിൽ വളരുവാൻ കഴിയാതെ ഈ ലോകമായ ബന്ധത്തിൽ കൂടെ മാത്രം ജീവിക്കുന്ന പലരെയും നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ആവശ്യമായിരിക്കുന്നത്, കർത്താവ് ആഗ്രഹിക്കുന്നത് നിശ്ചയമായും ദൈവമക്കളുടെ ജീവിതത്തിലുള്ള പ്രത്യാശയാണ് കർത്താവ് നോക്കുന്നത്. മനുഷ്യൻ എത്ര കാലഘട്ടം ജീവിച്ചു എന്നുള്ളതല്ല, വളരെ കാലഘട്ടം പെന്തക്കോസ്ത് അനുഭവത്തിലായിരുന്നു എന്നുള്ളതല്ല, വളരെ കാലഘട്ടം ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചു എന്നുള്ളതല്ല കർത്താവ് നോക്കുന്നത്. പ്രത്യാശയുടെ കാലഘട്ടം എത്രമാത്രം ജീവിച്ചു, എത്ര കാലഘട്ടം പ്രത്യാശയോട് ജീവിച്ചു എന്നുള്ളതാണ് കർത്താവ് നോക്കുന്നത്. വളരെ പ്രത്യാശയോട് ജീവിച്ച ഒരു കുടുംബത്തെ എനിക്കറിയാം. വളരെ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ വളരെ ചുറ്റിയായിരുന്നു, കുഞ്ഞുങ്ങളോട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ വളരെ ചുറ്റിയായിരുന്നു, ആരാധിക്കുന്ന കാര്യത്തിൽ വളരെ ചുറ്റിയായിരുന്നു, വളരെ തീക്ഷണയോടെ ജീവിച്ചതായ കുടുംബത്തിൽ അവിടെ മക്കളൊക്കെ നല്ല നിലയിൽ പണമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ആരാധന എന്നുള്ള കാര്യങ്ങൾ പോലും താൻ മറന്നുപോയൊരവസ്ഥ എനിക്കറിയാം. കാരണം സാഹചര്യങ്ങളൊക്കെ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അതനുസരിച്ചുള്ള സമ്പാദ്യങ്ങളും ക്രമീകരണങ്ങളും വീട്ടിലുള്ള സംവിധാനങ്ങളൊക്കെയും കൂടി ലൗകികമായിട്ടുള്ള സ്നേഹത്തിൽ അങ്ങ് ഉടമയായി. പിന്നെ ആരാധനയ്ക്ക് പോകുമ്പോൾ ആരെങ്കിലും വിളിച്ചാൽ ഇന്ന് വരുന്നില്ലെന്നേ, മറ്റുള്ളവരെ കൂടെ വഹിച്ചു കൊണ്ടുപോയ വ്യക്തി അവിടെ ഇവിടേക്ക് പോകുന്നവരെല്ലാവരും എല്ലാ ദൈവമക്കളെയും വിളിച്ച് കൂട്ടി ഇങ്ങനെ വ്യാധിയായിട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തി ലൗകികമായ ജനങ്ങളിൽ ലോകത്തിലായ സ്നേഹങ്ങളൊക്കെ വർദ്ധിച്ചു വന്നപ്പോൾ ഞാൻ ഇന്ന് വരുന്നില്ല എന്നുള്ള ഘട്ടത്തിലായി. അപ്പോൾ എന്ത് പറയാൻ കഴിയും? പ്രത്യാശയോട് ജീവിക്കുന്ന വ്യക്തി എന്ന് പറയാൻ കഴിയുമോ? പെന്തക്കോസ്തിന്റെ പാരമ്പര്യങ്ങളൊക്കെ പറയാറുണ്ട്, ക്രിസ്ത്യ പാരമ്പര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഞാൻ ഇത്ര വർഷത്തിന് മുൻപ് എല്ലാവരേക്കാൾ ഞാൻ ഒന്നാമതായിട്ട് സ്നാനം എടുത്ത വ്യക്തിയാന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ അവരോട് ചോദിക്കുന്നു, ഇതിന്റെ പ്രത്യാശ പ്രകാരമാണ്. ലൗകികമായിട്ടുള്ള ജീവിതത്തിലെ ലോകത്തിലായിരിക്കുന്ന അനുഭവത്തിൽ ഈ ആയുസ്സിൽ മാത്രം മനുഷ്യർ പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ എല്ലാ മനുഷ്യരിലും അവൻ മനുഷ്യനാണ്. ഒരുവന്റെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന പറയുന്നത് പ്രത്യാശയാണ്. അതിനെക്കുറിച്ച് ദൈവവചനത്തിൽ വായിക്കുമ്പോൾ കാണുന്നത് ഒരു സാധാരണ പ്രത്യാശയല്ല, ഭാഗ്യകരമായ പ്രത്യാശ എന്നാണ് വായിക്കുന്നത്. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും എത്ര വായിക്കുമോ? നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ യേശുക്രിസ്തുവിന്റെ 2 വരുന്ന വായിക്കും. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും ദൈവമക്കളെ, ജീവിതത്തിലുള്ള പ്രത്യാശ എന്ന് പറയുന്നത് ഭാഗ്യകരമായ പ്രത്യാശയാണ്. നല്ലൊരു പ്രാസംഗികനായിരിക്കാം, ലോകം ആദരിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ എല്ലാ നിലയിലും മനുഷ്യൻ ബഹുമാനിക്കുന്നതായിരിക്കാം, രോഗശാന്തി വരപ്രാപ്തനായിരിക്കാം. അതുകൊണ്ടൊന്നും കർത്താവിന്റെ വരിയിൽ പോകുന്നതില്ല. ചിലപ്പോൾ രോഗികൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ സൗഖ്യം ലഭിച്ചേക്കാം, രോഗശാന്തി വരപ്രാപ്തനായിരിക്കാം. ചിലയിടങ്ങളൊക്കെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ മനുഷ്യൻ നടത്തുന്നുണ്ട്. മനുഷ്യൻ അവിടെയൊക്കെ ഓടിക്കൂടുകയാണ്. രക്ഷിക്കപ്പെടണമെന്നോ അല്ലെങ്കിൽ ദൈവദിന കൽപ്പനകൾ പ്രമാണിക്കണമെന്നല്ല ആഗ്രഹിക്കുന്നത്. ഇന്ന് പെന്തക്കോസ്തിന്റെ ലോകത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെയും കേവലം രക്ഷയിൽ തന്നെ അവസാനിപ്പിക്കുകയാണ്. മറ്റുള്ള പ്രമാണത്തിലേക്ക് കടക്കാറില്ല. സ്നാനത്തെക്കുറിച്ചോ അഭിഷേകത്തെക്കുറിച്ചോ വിശുദ്ധീകരണത്തെക്കുറിച്ചോ വേർപാടിനെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രത്യാശയുടെ അനുഭവത്തെക്കുറിച്ചോ ഒന്നും പ്രസംഗിക്കാത്ത എത്രയോ പെന്തക്കോസ്തുകാരെ നമുക്കറിയാം. ദൈവമക്കളെ, ഒരേ ഒരു കാര്യം, ലോകത്തിൽ എത്രമാത്രം ഏതെല്ലാം അനുഭവങ്ങളും ഉണ്ടെങ്കിലും ലോകമൊത്തം നമ്മെ ആദരിച്ചാലും യേശുക്രിസ്തു നോക്കുന്ന ഒരേ കാര്യമാണ് പ്രത്യാശയുടെ അനുഭവമാണ്. നീ ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കണമെങ്കിൽ അതാണ് ദൈവമക്കളെ പ്രത്യാശ വയ്ക്കുന്ന അനുഭവമാണ് ഭാഗ്യകരമായ പ്രത്യാശ. ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷയ്ക്കായിട്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ടത്, ജീവിക്കേണ്ടത് പറയുന്നത് ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് ഒരുങ്ങണം. അതിനാണ് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്ന അനുഭവം. ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറയുമ്പോൾ അത് തേജസ്സിലേക്ക് നയിക്കുന്ന പ്രത്യാശയാണ്. ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറയുന്നത് ആ തേജസ്സിന്റെ സിംഹാസനത്തിലേക്ക് നമ്മെ നയിക്കുന്ന പ്രത്യാശയാണ്. ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവിനോട് കൂടെ വസിപ്പാനായിട്ട് ഒരുങ്ങുന്ന പ്രത്യാശയാണ്. ലോകത്തിൽ എത്രമാത്രം ഏതെല്ലാം അനുഭവങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ മായ, സകലതും മായയാണ്. നശിക്കാത്ത ഒരു നിത്യമായ ഭവനം നമുക്കായി ഒരുക്കുന്നു. അതാണ് ഭാഗ്യകരമായ പ്രത്യാശ. അതിനുവേണ്ടി ഒരുങ്ങുന്ന വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. അവൻ ഭാഗ്യശാലിയാണ്.
സലോമനെ കുറിച്ച് പഠിക്കുമ്പോൾ അവൻ തുടക്കം ഏറ്റവും മനോഹരമായിരുന്നു. അപ്പനെ പ്രസാദിപ്പിച്ച വ്യക്തി, അപ്പന്റെ ഇഷ്ടം ചെയ്ത വ്യക്തിയാണ്. അപ്പന് പകരമായിട്ട് ആലയം പണിവാനായിട്ട് ഉത്തരവാദിത്വം ഏൽപ്പിച്ച വ്യക്തിയാണ്. സലോമന്റെ തുടക്കം ഏറ്റവും മനോഹരമായിട്ട് ഇപ്രകാരം പറയുന്നു, അവൻ ജ്ഞാനിയുടെ ജ്ഞാനിയാണ്. എല്ലാവരെക്കാൾ ഇതുപോലെ സലോമനെ പോലെ ഒരു രാജാവ് എഴുന്നേറ്റിട്ടില്ല, എഴുന്നേൽക്കത്തുമില്ലെന്ന് ദൈവത്താൽ സാക്ഷ്യം ലഭിച്ച സലോമോൻ അവൻ്റെതായിരിക്കുന്ന ജീവിതത്തിലുണ്ടായ സകല അനുഭവത്തെയും ഭൗമ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ വെമ്പൽ കൊണ്ടു. ലോകത്തിന്റെ ലൈനിൽ ലൗകികമായ ജീവിതത്തിന് ഒരു ഇടം കൊടുത്തിട്ട് ഇന്ന് വെറും മ്ലേച്ഛമായ നിലയിൽ സമ്മിശ്ര ജാതികളുമായിട്ടുള്ള വിവാഹബന്ധമെടുത്തു. കിട്ടിയവരൊക്കെയും ഭാര്യമാരായി എടുത്തു. അവസാനത്തില് ലാസ്റ്റിലായിട്ട് അവൻ പറയുന്ന പ്രത്യാശയില്ലാത്ത വാക്കാണ്, മൃഗത്തിനും മനുഷ്യനും ഒരു ഗതി തന്നെയാണ്. മനുഷ്യൻ മരിക്കുന്ന പോലെ മൃഗം മരിക്കുന്നു, രണ്ടിന്റെ ഗതി ഒന്നാണ്. രണ്ടും വലിച്ച് ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അത്രമാത്രം കേവലം താണവസ്ഥയിൽ, പ്രത്യാശയില്ലാത്ത അവസ്ഥയിൽ സലോമൻ എത്തിച്ചേർന്നു. അങ്ങനെ വായിക്കുന്ന സഭാപ്രസംഗ പുസ്തകം 3:19 മനുഷ്യർക്ക് ഭവിക്കുന്ന പോലെ മൃഗങ്ങൾക്കും ഭവിക്കുന്നു. രണ്ടിനും ഗതി ഒന്ന് തന്നെ. അവൻ മരിക്കുന്ന പോലെ മനുഷ്യന്, മൃഗം മരിക്കുന്ന പോലെ പറയുന്നത്. മൃഗം ചാവുന്നു, മൃഗം മരിക്കുന്ന പോലെ മനുഷ്യന് മരിക്കുന്നു. രണ്ടിനും ശ്വാസം ഒന്നാണ്. എത്രമാത്രം അത് പതിച്ചു പോയി. പിന്നെ മനുഷ്യന് മൃഗത്തെക്കാൾ വിശേഷതയില്ല, മനുഷ്യന് മൃഗത്തെക്കാൾ വിശേഷതയില്ല എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനിൽ വചനം വായിക്കുന്ന 40 സംഘത്തിൽ വായിക്കുന്നല്ലോ, മനുഷ്യൻ മൃഗപ്രായനായ മനുഷ്യൻ ഇത് ഗ്രഹിക്കുന്നില്ല, മൂഢനത് അറിയുന്നതില്ല. മനുഷ്യനിൽ നിന്ന് മനുഷ്യത്വമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിൽ, ഒരു മൃഗീയമായ നിലയിൽ, ഒരു പൈശാചികമായ നിലയിൽ കൂടെ ജീവിച്ച് കടന്നു പോകുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. മനുഷ്യനിൽ മൃഗപ്രായം. 6 വാക്യം. മൃഗപ്രായനായ മനുഷ്യൻ ഇത് അറിയുന്നില്ല. മനുഷ്യനിൽ മൃഗപ്രായനായ മനുഷ്യൻ. അതുകൊണ്ട് പണ്ടൊരിക്കലൊരു സിനിമ ഉണ്ടായിരുന്നു, മനുഷ്യമൃഗം എന്ന്. ഞാനത് വാഹനത്തിൽ പോകുമ്പോൾ പോസ്റ്റർ ഞാൻ നോക്കിയപ്പോൾ അതിലെത്തിക്ക് ഞാൻ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനുഷ്യമൃഗം, ഒരു സിനിമയുടെ പേരാണ്. ശരിയാണ്, മനുഷ്യൻ മൃഗമായി കഴിഞ്ഞാൽ പിന്നെ അതിന് പേരെന്താ കൊടുക്കേണ്ടത്? മനുഷ്യമൃഗമാണ്. ഇന്നത്തെ കാലത്ത് കാണാനില്ല, വർഷങ്ങൾക്ക് മുമ്പായി ഇറക്കിയതായ ഒരു സിനിമയുടെ പേരാണ് മനുഷ്യമൃഗം. ലോകത്തിൽ മനുഷ്യനായി ജീവിക്കാതെ മൃഗീയനായിട്ട് ശേഷ മനുഷ്യരെ പോലെ ഒരു മൃഗീയ തുല്യമായി ജീവിച്ചു. സലോമനെ പറ്റി പഠിക്കുമ്പോൾ അവൻ സമ്മിശ്ര ജാതികളെ മുഴുവനും ചെയ്തു. പല സ്ത്രീകളെ വിവാഹം കഴിച്ചു. അവസാനത്തിൽ ആ സ്ത്രീകളൊക്കെയും പല പ്രായമായി കഴിഞ്ഞപ്പോൾ അവനെ വെറും ദൈവമല്ലാത്തതിനെക്കൊണ്ടും ദൈവത്തിന്റെ വഴികൾ വിട്ടിട്ട് വിഗ്രഹങ്ങളെയും മറ്റും ആരാധിക്കുന്ന നിലയിൽ കൂടെ കൊണ്ടെത്തിച്ചു. അവസാനം നിരാശനായിട്ട് മനുഷ്യൻ അവൻ മരിക്കുകയായി. ദൈവമക്കളെ, ദൈവം പറഞ്ഞിരിക്കുന്ന പ്രമാണം എന്നറിയാമോ? നിന്റെ അപ്പനായ ദാവീദ് നടന്നപോലെ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്ത് അവന്റെ വഴികളിൽ കൂടെ ജീവിച്ചാൽ അവൻ നിനക്ക് നിശ്ചയമായി നിന്നെ സന്തതിക്കും സിംഹാസനം ഉറപ്പ് തന്നെയാണ്. ദൈവമക്കളെ, സിംഹാസനം അവകാശമാക്കണമെങ്കിൽ അപ്പൻ പോയ അതേ വഴികളിൽ കൂടെ നമ്മൾ ജീവിതം ചെയ്യണം. നമ്മുടെ സ്വർഗീയ പിതാവ് സർഗുണപൂർണനായിരിക്കുന്ന പോലെ നാമും സർഗുണപൂർണത പ്രാപിക്കണം. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവമക്കളായിരിക്കണം നമ്മൾ ഓരോ വ്യക്തികളും. സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരായിരിക്കണം. അടുത്ത സെക്കൻഡിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പൊ തന്നെ ഇവിടെ അടക്ക ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കും തന്നെ ഒരു പിതാവ് ഈ പട്ടാളി തന്നെ മരിച്ചു. ദൈവത്തിന് സ്തോത്രം. തന്റെ അടക്കം വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ ഇന്ന് ഓരോ നിമിഷവും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എത്രയോ ലക്ഷങ്ങൾ ജനങ്ങൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. മരിക്കുന്നു, മനുഷ്യനെ അടക്കുന്നു, മറവ് ചെയ്യുന്നു. എങ്ങനെ ജീവിച്ചു, എങ്ങനെ മരിച്ചു എന്നുള്ളതാണ് മനുഷ്യൻ നോക്കുന്നത്. മനുഷ്യൻ നോക്കുന്നില്ല, മരിച്ചാൽ നടക്കുന്നു. ജീവിക്കുന്നു, മരിക്കുന്നവരെയും എങ്ങനെയെങ്കിലും ജീവിക്കണം ആഗ്രഹിക്കുന്നു. സിനിമ കണ്ട്, നാടകം കണ്ട്, കൂത്തിയാഴ്ച കണ്ട്, ബുദ്ധിമുട്ടാണ് മദ്യപിച്ച് മറ്റുള്ള ലോകത്തിന്റെ ലൈനിക്കൂടൊക്കെ ജീവിച്ച് ഇഷ്ടംപോലൊക്കെ ഈ മനുഷ്യനിൽ നിന്ന് തോന്നി പോലെ ജീവിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യതയുടെ കഴിക്കും എന്ന് ധനവാനോട് കർത്താവ് ചോദിച്ചു. മൂന്നാം, നീ ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാണ്? എത്രയോ സമ്പാദ്യത്തെ മനുഷ്യൻ സമ്പാദിക്കുന്നു. അവനോടൊക്കെ മനുഷ്യൻ എവിടെ കിടക്കും, വസ്തു എവിടെ കിടക്കുന്നു എന്ന് മനുഷ്യൻ അറിയാതെ വലിച്ചു കൂട്ടുകയാണ്. വസ്തുക്കൾ വാങ്ങുന്നു, വീടുകൾ വെക്കുന്നു, എല്ലാം ചെയ്യുന്നെങ്കിലും ഒരു കാലം സ്വസ്ഥതയില്ലാത്ത അന്തരീക്ഷത്തിൽ മനുഷ്യന് ഉറങ്ങണമെങ്കിൽ ഉറക്കക്കൂടിയ കഴിക്കണം. അങ്ങനെയാണ് മനുഷ്യൻ ഉറങ്ങുന്നത്. പ്രത്യാശയില്ല. ഏതെങ്കിലും നിലയിൽ മനുഷ്യൻ ജീവിച്ചവസാനിക്കുകയല്ല. എന്താണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്? വാക്യകരമായ പ്രത്യാശ നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നവർക്ക് ഒരു തേജസ്സിന് പ്രത്യാശയുണ്ട്. എന്താണ് തേജസ്സിന് പ്രത്യാശ?
നമ്മൾ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മനോഹരമായിട്ടൊരു സ്ഥലം ഒരുക്കുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകും. ഞാൻ സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെ വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. മനോഹരമായിട്ടൊരു സ്ഥലം കർത്താവ് ഒരുക്കുന്നുണ്ട്. ദൈവമക്കളെ, ആ വിലയേറിയ ഭവനത്തിന്റെ അവകാശിയായി തീരണമെങ്കിൽ നാം തേജസ് പ്രാപിക്കണം. എങ്ങനെ തേജസ് പ്രാപിക്കാൻ കഴിയും? അതുകൊണ്ടാണ് ഈ പ്രിയ പിതാവ് മരുമകള് അപ്പനെ ആശുപത്രി കൊണ്ടുപോയപ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവന്നതിന്റെ ആവശ്യം എന്താണ്, എന്തിനു കൊണ്ടുവന്ന് ചോദിച്ചു. ദൈവമക്കളെ, എന്തുകൊണ്ട് അത് ആഗ്രഹിച്ചെന്നറിയാമോ? ഒരു തേജസ്സേറിയ ശരീരത്തോടെ ഉയർക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിത്തിൽ വായിക്കുന്നത്, നല്ലൊരു ഉത്താരണം കൈക്കൊള്ളാതെ, നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കുന്നതിന് വേണ്ടി ഉത്താരണം കൈക്കൊള്ളാതെ വേറ്റു. ദൈവമക്കൾ കഷ്ടം സഹിക്കുന്നതിന്റെ പ്രധാന കാരണം തേജസ്സിന്റെ ശരീരം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. തേജസ്സിന് സിംഹാസനത്തിൽ എടുക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. കഷ്ടം സഹിക്കുന്നവർക്ക് ഒരു തേജസ്സിന് സിംഹാസനമുണ്ട്. കഷ്ടം സഹിക്കുന്നവർക്ക് നിശ്ചയമായും ദൈവമൊരുക്കുന്നതിന് മഹത്വ രാജ്യമുണ്ട്. തേജസ്സിന്റെ സിംഹാസനമാണ്. ആ തേജസ്സിന്റെ സിംഹാസനം അവകാശമാക്കുന്നതിന് വേണ്ടി ദൈവമക്കൾ എന്ത് ചെയ്യണം? കഷ്ടം സഹിക്കണം. അതുകൊണ്ട് വചനം വായിക്കുന്നത്, കഷ്ടം സഹിക്കാം, സുവിശേഷത്തിന്റെ പ്രവൃത്തി ചെയ്യാം. നമ്മൾ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കണം. പ്രതികൂലങ്ങളും പോരാട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സാരമില്ലാതെ എണ്ണിക്കൊണ്ട് ദൈവമാർഗത്തിന് വേണ്ടി പൊരുതി നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ, അവസാനിക്കുന്നുവെങ്കിൽ അവർക്കൊരുക്കുന്ന ഒരു അനുഭവമാണ് തേജസ്സിന്റെ സിംഹാസനം. അത് പ്രത്യാശയാണ്. കർത്താവ് സ്ഥലമൊരുക്കിയാൽ അവൻ ഇരിക്കുന്നിടത്ത് നാം ഇരിക്കണമെങ്കിൽ, അവനോട് കൂടിയിരിക്കണമെങ്കിൽ നിശ്ചയമായും ലോകത്തിലായിരിക്കുന്ന അനുഭവങ്ങളൊക്കെ വെറുക്കണം, പാപം ഉപേക്ഷിക്കണം, ലോകം ഉപേക്ഷിക്കണം. ലോകത്തിന്റെ ഇമ്പങ്ങളൊക്കെ വെറുത്തുകൊണ്ട് നാം ദൈവീയ സ്വഭാവത്തിൽ ദൈവത്തിന് വേണ്ടി പരിശുദ്ധമായത് ചെയ്യുന്നുവെങ്കിൽ, പരിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കുന്ന രാജ്യമാണ് ദൈവമക്കളെ നിത്യരാജ്യം. അതാണ് തേജസ്സിന്റെ സിംഹാസനം. ആ തേജസ്സിന്റെ സിംഹാസനം അവകാശമാക്കണമെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും പ്രത്യാശ വേണം. ഈ കാണുന്നൊക്കെയും താൽക്കാലികമാണ്, കാണാത്തതും നിത്യമാണ്. നിത്യമായ ഒരു പ്രത്യാശയുടെ അനുഭവം നമ്മൾ പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. 1 പത്രോസ് 1:3-4 ഇതിൽ വായിക്കുമ്പോൾ ആ പ്രത്യാശ എന്ന് പറയുന്നത് അത് ജീവനുള്ള പ്രത്യാശയാണ്, മരിച്ച പ്രത്യാശയല്ല. ജീവനുള്ള പ്രത്യാശ. വായിച്ചാണ്ട്, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മുടെ ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ട് അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ യേശുവിന്റെ സാന്നിധ്യം അവരിൽ ഉണ്ടാകത്തില്ല. ജീവന്റെ ശക്തി പ്രാപിക്കണമെങ്കിൽ, ജീവന്റെ പ്രത്യാശ നിറഞ്ഞ് ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം. അതുകൊണ്ടാണ് ദൈവജനത്തിൽ വായിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് പറയുന്നത്, ഞാൻ അവനിലും അവൻ എന്നിലും എന്ന് നിങ്ങൾ അന്നറിയും. ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് നിങ്ങൾ അന്നറിയും എന്നാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ദൈവമക്കൾ ജീവിക്കുമ്പോൾ നിശ്ചയമായിട്ട് ദൈവമക്കളെ ആ ജീവന്റെ ശക്തി നമ്മളിലേക്ക് വരികയാണ്. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ കാത്ത് നമ്മൾ പരിപാലിച്ച് അതിനെ വ്യാപാരം ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മ നിറവിലിക്കൂടെ ശക്തിയുടെ ദൈവമക്കൾ ജീവിച്ച് കടന്നുപോയാൽ നിശ്ചയമായി നമ്മുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ നമ്മൾ തേജസ്സിൽ അവനോട് കാണപ്പെടും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ നിറവിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും ആത്മാവിന്റെ നിറവിലും ദൈവമക്കൾ ദിനംതോറും ജീവിക്കണം. ദൈവത്തിന് സ്തോത്രം. ആത്മനിറവി ശക്തിയോടെ ജീവിക്കുന്ന ദൈവമക്കൾക്കാണ് പറയുവാൻ കഴിയുന്നത് ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ട്. എല്ലാവരും പാട്ടുപാടി ഞങ്ങൾ ആത്മാവിൽ നിറഞ്ഞു 2-3 പാട്ടുകൾ പാടും. കുഞ്ഞുങ്ങളൊക്കെ ബൈബിൾ വായിക്കും. അതിനുശേഷം ഞങ്ങൾ ദൈവശ്രേയത്തെ നിറഞ്ഞ എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 2 മണിക്കൂർ ഞങ്ങളെ കുടുംബപ്രാർത്ഥന എത്ര പേർക്ക് പറയാൻ കഴിയും? അതാണ് ദൈവമക്കളെ ജീവന്റെ പ്രത്യാശ. അങ്ങനെ ജീവിക്കുന്ന ദൈവമക്കളെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിശ്ചയമായി ദൈവത്തിന് വസിക്കുവാനോ അല്ലെങ്കിൽ ദൈവത്തിന് സന്നിധിക്ക് വരുവാനോ കഴിയാത്ത അവസ്ഥയിൽ എത്രയോ കുടുംബങ്ങൾ കർത്താവിന് ഒരിക്കലും ഒരു കാലുവെത്താൻ പോലും സാധിക്കാത്ത നിലയിലുള്ള ബന്ധക്കോസുകാരി ലോകത്തിലുണ്ട്. ഇഷ്ടംപോലെ എല്ലാ റൂമിലും ടെലിവിഷനും അതൊക്കെ സ്ഥാപിച്ചിരിക്കുകയാണ്, കണ്ട് കേട്ട് കണക്കാൻ. പക്ഷെ ഈ ക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ കഴിയില്ല. അത് അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെടാത്തുള്ള അവസ്ഥ എന്തായിരിക്കും? വചനം പ്രമാണിക്കുന്ന അവസ്ഥ എന്തായിരിക്കും? കർത്താവിന്റെ മാർഗപ്രകാരം ജീവിക്കാത്ത അവസ്ഥ, വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കും? എന്തിനു വേണ്ടിയാണ് ഈ പിതാവ് ഈ മാർഗത്തിലേക്ക് വന്നത്? പുള്ളി അറിയുന്നത്, എല്ലാവരും അറിയുന്നത് മൈസൂരെ പറ്റിയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, ആ പിതാവിന്റെ ആദർശങ്ങൾ
ആ മക്കളും കൊച്ചുമക്കളും എല്ലാവരും പിൻഗമിക്കണം. തൻ്റെ വിശ്വസ്തത, തൻ്റെ പ്രവർത്തനം, തൻ്റെ സ്നേഹം, ആ സാധുക്കളെ സഹായിക്കുന്ന അനുഭവങ്ങൾ, വേറെ സ്നേഹിക്കുന്ന അനുഭവങ്ങൾ, ശുശ്രൂഷകരെ ബഹുമാനിക്കുന്ന അനുഭവങ്ങൾ, തൻ്റെ നല്ല നല്ല സ്വഭാവങ്ങൾ, നല്ല മാർഗങ്ങൾ, പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ ഒക്കെ ആ നിലയിൽ നാം സൂക്ഷിക്കപ്പെടുന്നുവെങ്കിൽ നിശ്ചയമായും പറയുവാൻ കഴിയും, ജീവന്റെ പ്രത്യാശയ്ക്കായിട്ട് നികത്താൻ വിളിച്ചിരിക്കുന്നുണ്ട്. തെറ്റായ അനുഭവങ്ങൾ മാറ്റുവാനും ശരിയായ പാതയിൽ കൂടെ കടന്നു പോകുവാൻ, വിശുദ്ധിയോടെ നിർമ്മലയോടെ ജീവിതം ചെയ്യുവാൻ, പ്രത്യാശ നമ്മൾ നിറഞ്ഞ ജീവിതം ചെയ്യുവാൻ ദൈവമക്കളെ നമുക്ക് ദൈവമക്കൾ നൽകട്ടെ. സമയം പോയിരിക്കുന്നല്ലോ. സാക്ഷികൾ പറഞ്ഞ് അല്ല വീണ്ടും പറഞ്ഞ് ഇങ്ങനെ ഇന്ന് ചെലവഴിച്ചുകൊണ്ടിരിക്കും. അവസാന വചനം സംസാരിക്കാൻ സമയമില്ല. ആളുകളെല്ലാം പകുതി അങ്ങ് പോവുകയും ചെയ്യും. കാരണം സമയം പോയല്ലോ, അത് കുറ്റമല്ല. അതുകൊണ്ട് ഇങ്ങനെ ഘട്ടത്തിലൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും ആവർത്തിക്കാതെ അതിന്റെ അല്പമൊക്കെ കുറച്ചിട്ടൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ 4 വാക്ക് പറയാനുള്ള അവസരം കിട്ടിയാൽ നല്ലതായിരിക്കും. കാരണം അവസാനം വരുമ്പോൾ ചെയ്യാനോ സമയമില്ല. നീ ഇവിടെ നടക്കണില്ല, വീട്ടിൽ ഉണ്ടായോ, സമയമായില്ലയോ? ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളിൽ എപ്പോഴും കർത്താവിൽ മാത്രം പ്രശംസിച്ചുകൊണ്ട്, കർത്താവിനെ ഉയർത്തി കാണിച്ചുകൊണ്ട്, ദൈവീയമായിട്ടുള്ള കാഴ്ചപ്പാടിൽ, ദൈവീയമായിട്ടുള്ള അവസ്ഥയിൽ അവർ കടന്നു വന്ന് ജീവിക്കുന്നുവെങ്കിൽ അവർക്കായിട്ട് യേശു വേഗം വരാൻ പോവുകയാണ്. നമുക്ക് ഉണരാം. ഒരു മനുഷ്യൻ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ ഒരു സകല മനുഷ്യനാണ്. അതിനാൽ അനിശ്ചിതമായിട്ടുള്ള അവസ്ഥകൾ മാറ്റപ്പെട്ടിട്ട് ദൈവീയ സ്വഭാവത്തിൽ ജീവിച്ച് രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷ പ്രാപിച്ച് സ്നാനമെടുത്ത് പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച് പരിശുദ്ധത്വം ചെയ്തുകൊണ്ട് വേർപാട് അന്വേഷിച്ചുകൊണ്ട് പ്രത്യാശയോടെ ജീവിതം ചെയ്യുവാൻ നിൽക്കണം. ദൈവം എല്ലാവർക്കും കൃപ നൽകട്ടെ. നമ്മുടെ പ്രിയരാരായല്ലോ, പ്രത്യാശയോട് കാത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം ചെയ്യാം. സ്തോത്രം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്രം ചെയ്യാം. സ്തോത്രം. ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരെ രക്ഷയില്ലാത്തിരുന്ന ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായി കാണപ്പെടുവാൻ നമ്മെ എല്ലാവരെയും ഒരുക്കണനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. പ്രത്യാശയോടെ ലോകം വിട്ടക്കേറെ നടത്തിയ പ്രത്യാശയോടെ ലോകം കക്കേറി നടത്തിയ എത്രയോ കാത്തു നിൽക്കുന്നു. എന്നോ നിമേഘെ വന്നിടുമോ, വിശ്രാമ നാട്ടിലെത്തിടുവാനുണ്ടോ ഇനി എത്ര കാലമൂലനും ചൊല്ലിടുക ആത്മാവേ ആശ്വാസത്തിനാൽ. ഉണ്ടോ ഇനി താമസം ഞാൻ ചൊല്ലിടുക ആത്മാവേ ആശ്വാസത്തിനാൽ. പ്രത്യാശയോടെ ലോകം വിട്ടക്കേറെ കൈയടിച്ച് വളരെ നന്നായിരിക്കും. പ്രത്യാശയോടെ ലോകം വിട്ടക്കേറെ നടത്തിയ എത്രയോ പരിശുദ്ധന്മാർ കാത്തു നിൽക്കുന്നു. പ്രത്യാശയോടെ ലോകം വിട്ടക്കേറെ നടത്തിയ പ്രത്യാശയോടെ ലോകം വിട്ടക്കേറെ നടത്തിയ എത്രയോ പരിശുദ്ധന്മാർ കാത്തു നിൽക്കുന്നു. അമേ പ്രത്യാശയോടെ ലോകം വിട്ടക്കേറെ നടത്തിയ എത്രയോ പരിശുദ്ധന്മാർ കാത്തു നിൽക്കുന്നു. പ്രത്യാശയോടെ ലോകം വിട്ടക്കേറെ നടത്തിയ പ്രത്യാശയോടെ ലോകം വിട്ടക്കേറെ നടത്തിയ എത്രയോ പരിശുദ്ധന്മാർ. Hallelujah. Thank you, Hallelujah, my God, Hallelujah. Show the become the light in the weekend of the light. Hallelujah. Thank you, Lord, that we come tonight. ഈ വലിയ പ്രത്യാശ പ്രിയദാസന്റെയും നൽകിയതിനായി സ്തോത്രം ചെയ്യാം. പ്രിയ മകനെ, ബാല്യകാലം മുതൽ നിന്റെ മകനെയും ആശ്രയമായതിനായി സ്തോത്രം ചെയ്യാം. രക്ഷിക്കപ്പെടുവാനും ദിനസ്നാനം സ്വീകരിപ്പാനും പരിശുദ്ധാത്മ ശക്തി പ്രാപിപ്പാനും ദൈവവിലക്കാരിയെ സ്നേഹിക്കുവാനും കർത്താവിന്റെ ഹിതം ചെയ്യുവാനും
തന്റെ മോന്റെ ആരംഭത്തെക്കാൾ അവസാനം ശ്രേഷ്ഠതായി കാണത്തക്ക നിലയിൽ ദൈവം ഒരിക്കലോ അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. വിട്ടുപരിചയോട് ഇരിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അത് അത്യുത്തമെന്ന് കാണുന്നുണ്ടോ? അതിനൊരു വാഞ്ചതയും ദാസന് കൊടുത്തു. വിട്ടുപരിചയോട് ഇരിപ്പാനുള്ള ഭാഗ്യം ലഭിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. മക്കളെല്ലാം ദൈവമാതി ദൈവത്തിന്റെ വഴികളിൽ ദൈവ സ്വഭാവത്തിൽ വളർത്തിയെടുക്കുവാനൊക്കെ നൽകിയതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഒരു മക്കൾ പോലും നഷ്ടപ്പെട്ടു പോവാതെ കർത്താവിന്റെ രാജ്യത്തിൽ കാണപ്പെടുവാൻ പ്രിയ കുഞ്ഞുങ്ങളെല്ലാവരെയും ദൈവം ഒരിക്കലും അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. കൊച്ചുമക്കൾ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ട അമ്മച്ചിയെ ദൈവം ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യാം. വാർത്തയുടെ കാലത്ത് ഫലം കായ്പാൻ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. ദൈവനാമ മഹത്വമാക്കി തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. സ്വന്തക്കാരായി ചാർച്ചക്കാരായി സ്നേഹിതരായി ബന്ധുക്കളായി വന്നിരിക്കുന്നവരേവരെയും അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ വരവിൽ കാണപ്പെടുവാൻ എല്ലാവരെയും ഒരുക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശിക്കാതെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ എല്ലാവർക്കും കൃപ നൽകേണ്ടതിനായി സ്തോത്രം ചെയ്യാം. അടുത്ത സെക്കൻഡിൽ കർത്താവിന്റെ വരവും നമ്മുടെ മരണമാണ്. ആഹാം, നിശ്ചയമായിട്ടും ഏത് സമയത്തും ഒരുങ്ങിയിരിപ്പാൻ കൃപ നൽകേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നമ്മെ നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ പ്രിയ നമുക്ക് നല്ലവനായിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യാം. ജീവനുള്ള പ്രത്യാശയും നമുക്ക് നൽകുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പ്രിയ പിതാവിന്റെ മക്കൾക്ക് മരുമക്കൾക്ക് കൊച്ചുമക്കൾക്ക് എല്ലാവർക്കും ആ പ്രത്യാശ കൊടുത്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. ആ പ്രത്യാശ വളരുവാൻ നൽകേണ്ടതിനായി സ്തോത്രം. എന്റെ വചനം കേട്ടവരിൽ സാക്ഷിയിൽ കൂടെ എല്ലാം കേട്ട് ശ്രദ്ധിച്ചവരെല്ലാവരെയും കർത്താവിനായിട്ട് ഒരുക്കണമതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സകല മഹിമയോട് നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. ശുശ്രൂഷയും മാനിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സർവാശ്വാസങ്ങളുടെയും ഉറവിടമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയെ സ്തുതിക്കുന്നു. ഈ പ്രത്യേക സന്ദർഭത്തിൽ വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്ന എഴുതിയിരിക്കുന്ന വചനപ്രകാരം ഈ പ്രിയപ്പെട്ട ദാസന്റെ വേർപാടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് പ്രിയ ഭവനത്തിലായിരിക്കാൻ ഇടയാക്കിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമെല്ലാം അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യന്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ വായിക്കുമ്പോൾ മനോഹരമായ ജീവിതം നയിച്ച് ശ്വാസനമായ ശരീര വീണ്ടെടുപ്പിന് വേണ്ടി ഒരുങ്ങി പ്രത്യാശയോടെ ദൈവസനിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട ഈ പിതാവിൻ്റെ അനുഗ്രഹീതമായ ജീവിതത്തിനായി ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതവും ഒരു കുടുംബ ജീവിതവും ഈ ലോകത്തിൽ കാഴ്ചവെച്ച് മക്കളെയും കൊച്ചുമക്കളെയും തലമുറകളെയൊക്കെയും കണ്ടവരുടെ നന്മയൊക്കെ അനുഭവിച്ച് തൃപ്തിയോടെ ഈ ലോകത്തിൽ കർത്താവെ നല്ല പോർഫലിത ഓട്ടം തികച്ച വിശ്വാസം കാത്ത് നീതിയുടെ കിരീടത്തിനായി പ്രത്യാശയോടും പ്രതീക്ഷയോടും ജീവിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ എൻ്റെ ദാസന് കൊടുത്ത വിലയേറിയ ഭാഗ്യത്തിനായി ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. കർത്താവെ, തക്ക സമയത്ത് കഷ്ടതയും വേദനയും ദുഃഖവും നിലവിളിയും മുറവിളിയും ഇല്ലാത്ത നിത്യ വിശ്രാമത്തിലേക്ക് തന്നെ ചേർത്തതിനാൽ സ്തോത്രം. കഴിഞ്ഞ ദിനങ്ങൾ തൻ്റെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്ത എല്ലാ മകൾ ക്രിയകൾക്കായും ദൈവിക പ്രവർത്തനങ്ങൾക്കായും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കൃപയാൽ രക്ഷിക്കപ്പെടുവാനും സ്നാനമേൽക്കുവാനും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ക്രിസ്തുവിലുള്ള ഒരു അനുഗ്രഹീത ജീവിതത്തിന്റെ ഉടമയായി മാറുവാനും തന്റെ ജീവിതത്തിന് അനുദിന രൂപാന്തരം പ്രാപിച്ച് കർത്താവിന്റെ കാവല ധ്വനിയങ്ങൾ രൂപാന്തരം പ്രാപിക്കുന്ന ഒരേറിയ പ്രത്യാശ നിശ്ചയത്തിലേക്ക് നടന്നെടുക്കുവാൻ സഹായിച്ച കൃപകൾക്കായും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, തന്റെ വേർപാട് നിമിത്തമായിട്ട് ദുഃഖത്തിലും വേദനയിലും ആയിരിക്കുന്ന കുടുംബാംഗങ്ങളേവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക മാതാവിനായി സ്തോത്രം, ദാനമായി കൊടുത്ത മക്കൾക്കായി സ്തോത്രം, അവരുടെ കുടുംബങ്ങൾക്കായി സ്തോത്രം, മരുമക്കൾക്കായി സ്തോത്രം, കൊച്ചുമക്കൾക്കായി സ്തോത്രം, വൈദങ്ങൾക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദാസിക്ക് നല്ല ഭർത്താവ് തക്ക തുണയുമായി തുടർന്നുള്ള ജീവിതത്തിലും കർത്താവ് കൂടെ ഇരിക്കുവാനാകണമേ. പൈതങ്ങൾക്ക് നല്ല പിതാവായി ഇരിക്കണമേ. എല്ലാ ശ്വാസങ്ങളാലും പ്രത്യാശയാലും അവരെയും നിറച്ച് വഴി നടത്തുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്ത ഏവരും ഈ മകൾ പ്രത്യാശയില്ലാത്ത എല്ലാവരും പ്രത്യാശയിലേക്ക് നയിക്കപ്പെടുവാൻ സഹായിക്കണമേ. ഈ ആയുസ്സിൽ മാത്രം ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവിനെ ആശ്രയിക്കാതെ പ്രത്യാശ അർപ്പിക്കാതെ നിത്യമായി കർത്താവിനോട് വാഴുന്ന നിത്യ ജീവിതത്തിന്റെ
ആ പ്രത്യാശയുള്ളവരായി എല്ലാവരും മാറ്റപ്പെടട്ടെ. ഈ ശുശ്രൂഷ എത്രത്തോളം ദൈവം നടത്തുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ട് സ്തോത്രം. തുടർന്നും സെമിത്തേരിലേക്ക് കടന്നു പോകുന്നു. അങ്ങയുടെ സാന്നിധ്യം അവിടെയും ഉണ്ടാകണമേ. ഞങ്ങളെല്ലാവരും കർത്താവ് ഒരു നാളിൽ ലോകം വിട്ട് കടന്നു പോകേണ്ടവരാണ്. അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി അർഹരാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണം. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. എല്ലാ മാനും മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവിന്റെയും ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ വിശ്വാസം പരിശുദ്ധന്മാരോട് നമ്മളെല്ലാവരോടും ദുഃഖത്തിലിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളോടും ഇന്നേക്ക് കർത്താവിന്റെ വരവിനെയും ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം